ശബരിമല വിഷയം തന്നെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാവുമെന്ന് ആവർത്തിക്കുന്ന കേരള ബിജെപിക്ക് ഇന്നും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനായിട്ടില്ല. എൻഡിഎ സീറ്റ് വിഭജനത്തിനെതിരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. A+ സീറ്റായ പത്തനംതിട്ട വേണമെന്ന ശ്രീധരൻപിള്ളയുടെ വാശി മാത്രമോ പട്ടിക വേകാൻ കാരണം? ബിജെപിക്ക് ദുർബല സ്ഥാനാർത്ഥികളാണെന്ന കോടിയേരിയുടെ ആരോപണം വസ്തുതാപരമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം അതിഥികളായി CPM നേതാവ് VP മുസ്തഫ, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം, BJP നേതാവ് നാരായണൻ നമ്പൂതിരി എന്നിവർ. ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് കാരണം എന്താണ് എന്നാണ് ആദ്യം സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയിലേക്ക്. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇന്ന് കേരള ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ, NDA സീറ്റ് വിഭജനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയമല്ല. NDA സീറ്റ് വിഭജനത്തിൽ സംവരണ സീറ്റുകൾ പോലും BDJS നൽകിക്കൊണ്ട് പാർട്ടിയിലെ പട്ടികജാതിക്കാരെ ഒഴിവാക്കുകയും അവഹേളിക്കുകയുമാണ് സംസ്ഥാന നേതൃത്വം ചെയ്തതെന്ന് ആരോപിക്കുക മാത്രമല്ല, സ്വന്തം താല്പര്യവും സ്വന്തം നേട്ടവും മാത്രമാണ് പാർട്ടി നേതൃത്വം പരിഗണിച്ചത് സീറ്റ് നിർണയത്തിൽ എന്നുകൂടി ആക്ഷേപിക്കുകയൂടി ചെയ്യുന്നു. പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്താൽ പോലും താൻ പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, ഞങ്ങളുടെ ചോരയും നീരും ഇത് തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ശ്രീ PM വേലായുധൻ, പാർട്ടിക്കകത്ത് നിങ്ങൾ BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ക്രമാനുഗതമായ വളർച്ച വോട്ട് ശതമാനത്തിലുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിജയത്തിലേക്ക് എത്താൻ അത്ര സാധിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ. എങ്കിൽ പോലും ക്രമാനുഗതമായ വളർച്ചയുണ്ട്. ഒരു 20% മുകളിൽ വോട്ടുകൾ നേടിയാൽ പോലും നിങ്ങളെ സംബന്ധിച്ചത് നേട്ടമാണ്. എങ്കിൽ അത്രയും പ്രതീക്ഷയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർണയം ഇത്രയും വൈകുന്നത്? ഇത് നേതൃത്വം സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമായി പാർട്ടി നേതാക്കൾക്ക് തന്നെ തോന്നുന്നു, പാർട്ടി ഉപാധ്യക്ഷന് പോലെ തോന്നുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? ഞാൻ PM വേലായുധൻ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് ഞാനല്ല ഒരു മറുപടി പറയേണ്ടതും, അതിനെക്കുറിച്ച് ഉള്ള ഒരു റെസ്പോൺസ് ഞാൻ നടത്താൻ തയ്യാറാകുന്നുമില്ല. അതൊരു അദ്ദേഹം സ്ഥാനാർത്ഥിയാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കാണും. അപ്പോൾ അത് ഉണ്ടാകാത്തതിൻ്റെ പേരിലുണ്ടായ ഒരു ക്ഷോഭത്തിൻ്റെ പേരിൽ PM ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ആദരണീയനായ നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഞാനത് അദ്ദേഹം എന്താ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ സ്ഥാനാർത്ഥി നിർണയം വൈകിയെന്നൊക്കെ പറയുന്നതിൽ എന്താ ഒരർത്ഥം? ആദ്യം പ്രഖ്യാപിക്കുന്ന ആളല്ലല്ലോ പാർലമെൻറ്റിൽ കയറുന്നത്, അതല്ലല്ലോ അതിൻ്റെ മാനദണ്ഡം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ്, ഞങ്ങളുടെ ആലോചനയും സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാനത്തെ ടീം സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിൽ അത് ഇന്നലെയാണ് തീരുമാനിക്കാനിരുന്നത്. പക്ഷേ ഇന്നലെ മിനിയാന്ന് ചർച്ചയുടെ ആ പ്രാരംഭം കഴിഞ്ഞപ്പോൾ ഇന്നലെ ഗോവയിൽ കഴിഞ്ഞ ദിവസം ഗോവയിൽ പോകേണ്ടി വന്നു. ഗോവയിൽ മുഖ്യമന്ത്രിയുടെ മരണത്തോടനുബന്ധിച്ച് ആലോചനകൾ നടന്നില്ല. പിന്നെ ഇന്നലെയാണ് രണ്ടാമത് വീണ്ടും ആലോചിക്കാനിരുന്നത്. ഇന്നലെയും ഇന്നുമായി ഓൾമോസ്റ്റ് സ്ഥാനാർത്ഥികളുടെ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ പ്രഖ്യാപനം എന്നുള്ള ഒരു ഔദ്യോഗിക നിർവഹണം മാത്രമാണുള്ളത്. അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ടും അതുണ്ടാകും. അതൊരു വലിയ താമസമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 28 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാർച്ച് 20-ാം തീയതി അല്ലെങ്കിൽ 21-ഓ 22-നോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്ന അത്ര വലിയ താമസമൊന്നുമില്ല. എന്താണെങ്കിലും ഞങ്ങൾക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. 2009 വരെ അല്ലെങ്കിൽ 2009 വരെ അല്ലെങ്കിൽ 2014 BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അന്വേഷിക്കാതിരുന്ന കേരളത്തിലെ മാധ്യമ ലോകം ഇന്ന് BJP സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ BJPക്ക് കേരളത്തിലുണ്ടായ വർദ്ധിച്ച സ്വീകാര്യതയാണത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വീകാര്യത ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ അംഗീകാരത്തിനോടും 100% അത് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ള വളരെ സക്രിയമായ നേതൃത്വശേഷിയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അദ്ദേഹം മത്സരിക്കില്ല എന്നാണ്. പത്തനംതിട്ട എന്ന സീറ്റിനെ ചൊല്ലിയാണ് തർക്കമെന്നും വാർത്തകളുണ്ട്. അതേക്കുറിച്ച് ആധികാരികമായി BJP പ്രതികരിച്ചിട്ടല്ല പറയുന്നത്, പുറത്തു വരുന്ന വാർത്തകളാണ്. അൽഫോൺസ് കണ്ണന്താനം, K സുരേന്ദ്രൻ, PS ശ്രീധരൻപിള്ള 3 മുതിർന്ന നേതാക്കൾ പത്തനംതിട്ട സീറ്റിന് വേണ്ടി വാദിക്കുന്നു. ആ സീറ്റിലുള്ള തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയം വൈകാൻ കാരണമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതൊരു സുപ്രധാന തെരഞ്ഞെടുപ്പായി മണ്ഡലകാലം മറക്കരുത് എന്ന മുദ്രാവാക്യവുമായി BJP കേരളത്തെ അഭിമുഖീകരിക്കുമ്പോൾ BJPയുടെ സംസ്ഥാന തലത്തിലെ മികച്ച നേതാക്കൾ, മുതിർന്ന നേതാക്കൾ മത്സരിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയുണ്ട്. മുതിർന്ന നേതാക്കൾ മത്സരിക്കുമോ, ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയവുമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് RSS ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതേസമയം 3 നേതാക്കളാണ് പത്തനംതിട്ട എന്ന ഒറ്റ സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ ഒരു കാരണമല്ലേ സ്ഥാനാർത്ഥി നിർണയം വൈകാൻ?
ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു ക്ലെയിം ഇല്ല, ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഒക്കില്ല. ഞങ്ങൾ 2, 3, 4 ആളുകളുടെ പേര് എല്ലാ പ്രവർത്തകരും പ്രധാനപ്പെട്ട ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് ഒരു പാനലുണ്ടാക്കി. ആ പാനലാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കുന്നത്. ആ ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് ഇന്ന മണ്ഡലം വേണമെന്ന് പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിലാരും തയ്യാറായിട്ടുമില്ല. ആ ഒരർത്ഥത്തിലുള്ള അവകാശവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമുള്ള ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്. അത് ഇതൊരു ബൂർഷ്വാ പാർട്ടിയെ, സാധാരണ ബൂർഷ്വാ പാർട്ടിയെ അവലോകനം ചെയ്യുന്നത് പോലെ അവലോകനം ചെയ്യുന്നതിൽ പറ്റിയ തകരാറാണ്. ഇപ്പോൾ RSS നേതൃത്വം ഇന്നത് വേണമെന്ന് അങ്ങനെയൊന്നും പറയുന്ന ചടങ്ങുകളോ ഒന്നുമില്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. ആ പട്ടികയിൽ നിന്നാണ് കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് ഫൈനലാണ്. ആരും അതിൻ്റെ അവകാശവാദം ഒരു ഔദ്യോഗികമായി ആരും എനിക്ക് വേണം, ഞാൻ നിൽക്കും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കും എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ശ്രീ നാരായണൻ നമ്പൂതിരി അത്തരം പ്രചരണം മനോഹർ പരീക്കറുടെ സംസ്കാര ചടങ്ങിന്റെ ഫോട്ടോ ഇട്ട ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ പോലും കേരളത്തിൽ നിന്നുള്ള മലയാളികളായ സംഘപരിവാർ പ്രവർത്തകർ മലയാളത്തിൽ പ്രതിഷേധം അറിയിക്കുന്നത് ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കരുത്, കെ സുരേന്ദ്രൻ ശബരിമലയ്ക്ക് വേണ്ടി 28 ദിവസം ജയിലിൽ കിടന്ന കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ മലയാളത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള BJP പ്രവർത്തകർ. ഇല്ല, അതിൻ്റെ എന്താ പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി ഇടുന്ന ചില പ്രചരണങ്ങൾ, ഈ കേരളത്തിലെ പ്രിൻറ്റും ഇലക്ട്രോണിക് മീഡിയയും ഉപയോഗിച്ച് നടക്കുന്ന ചില പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളിൽ ആരെങ്കിലും വശംവദരായിട്ടുണ്ടാകും, അവരവരുടെ വികാരം അറിയിച്ചിട്ടുണ്ടാകും എന്നുള്ളതല്ലാതെ ആ സോഷ്യൽ മീഡിയയിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങളുടെ ആളുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ ചില ട്രെൻഡുകളുണ്ട്, ചില ഹൈപ്പുകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് ബോഗസ് ആളുകളുണ്ടാവാം. എന്തായാലും അമിത്ഷായുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി ഈ അത്തരം നിർദ്ദേശം വച്ചതുകൊണ്ട് ആ നിർദ്ദേശങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടോണം എന്നില്ല എന്ന് BJPയുടെ പ്രവർത്തകരായിട്ടുള്ള കാര്യകർത്താക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള അത് ഇന്നതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ ഔദ്യോഗികമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു BJP പ്രവർത്തകൻ പോലും പോയിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയോ കമൻ്റ് ഇടുകയോ ചെയ്തിട്ടുണ്ടാകില്ല. ശരി നാരായണൻ നമ്പൂരി, ഒരു കാര്യം കൂടി, എന്നത്തേക്ക് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും, BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകും. ശരി, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഞാൻ മടങ്ങി വരാം. ശ്രീ VPP മുസ്തഫ, ഇതാണ് BJPയുടെ സ്ഥിതി. അവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അവർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു ഐഡിയ പോലും സംസ്ഥാന നേതൃതലത്തിലുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിക്ക് പോലും ഇല്ല. അപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവുമെന്ന് അറിയാത്ത ഒരു സാഹചര്യം BJPക്കുണ്ട്, അവർക്ക് പോലും നിശ്ചയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, അങ്ങനെ അല്ല പറയൂ അജിംഷ, അങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത്ര ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കും ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞു. എന്നാലും തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആരെ സ്ഥാനാർത്ഥിയാവണമെന്ന് തീരുമാനമായിട്ടില്ല, അതുകൊണ്ടാണല്ലോ പ്രഖ്യാപിക്കാത്തത്. ശരി, ഞാൻ മടങ്ങി വരാം. VPP മുസ്തഫ, അത്തരമൊരു സാഹചര്യമുണ്ട്. BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക തീരുമാനമായി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഓക്കെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല VPP മുസ്തഫ. ആ സാഹചര്യത്തിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത് BJP UDF ബന്ധം രഹസ്യധാരണയുണ്ട് എന്ന്. അത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി വളരെ കൃത്യമായും ഗൗരവത്തോടും കൂടെ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. നമ്മുടെ മുന്നിൽ അതിന് രേഖപ്പെടുത്തിയ തെളിവുകളുണ്ട്. നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുണ്ട്. കേരളത്തിൽ അങ്ങനെ വോട്ട് കച്ചവടം ചെയ്യുന്നതിന് യാതൊരു വൈമനസ്യവും കാണിക്കാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത്. ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം മണ്ഡലകാലം മറക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നത് ആ മുദ്രാവാക്യം പറയണം. കാരണം കേരളത്തിലെ BJPയുടെ ഏറ്റവും ചീഞ്ഞ വശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതാണ് ശബരിമലയുടെ പേരിൽ അവർ നടത്തിയിട്ടുള്ള സമരാഭാസം എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമോ എന്ന വിഷയത്തിൽ RSSന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് അറിയണമെങ്കിൽ 2017 കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള R. ഹരി എന്ന് പറയുന്ന പല ഭാഷകൾ അറിയാവുന്ന പണ്ഡിതനായ RSSന്റെ പ്രാമാണികനായ നേതാവ് എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ശബരിമലയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാണ് ബഹുമാന്യനായ RSS നേതാവ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് RSSന്റെ നിലപാടായിരിക്കെ സെപ്റ്റംബർ 28 വിധി വന്ന് സുപ്രീം കോടതി വിധി വന്ന് സെപ്റ്റംബർ 29 ജന്മഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ ഇനി സ്ത്രീകൾക്ക് മല ചവിട്ടാം എന്ന ലീഡ് ഹെഡിങ് കൊടുത്ത കേരളത്തിലെ BJP 3-ാം നാൾ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ആദർശം മറന്നു. അങ്ങനെ എടുത്തൊരു സമരാഭാസമാണ് കേരളത്തിലുണ്ടായത്. ആ സമരാഭാസമാണ് കേരളത്തിലെ BJPയുടെ ഗ്രൂപ്പ് വഴക്കും അതിനകത്തെ താൻപോരിമയും അതിനകത്തെ വ്യക്തികൾ തമ്മിലുള്ള പോർമുഖവും എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ചീന വശമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. BJPയെ പോലെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ അതിൻ്റെ 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇത്രയേറെ കാലതാമസം നേരിടുന്നത് മണ്ഡലകാലം മറക്കരുത് എന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഒരു ദൈവവിശ്വാസത്തെ എങ്ങനെ ഏറ്റവും വർഗീയമായി ഉപയോഗപ്പെടുത്താമെന്ന് കേരളത്തിൻ്റെ മണ്ണിൽ അവർ പരിശ്രമിച്ചു നോക്കി. പക്ഷെ അത് കേരളത്തിലെ പ്രബുദ്ധമായ ജനതയ്ക്ക് മുന്നിൽ വിലപ്പോയില്ല. പക്ഷെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ സംഗതിയും അത് പുറത്തു കൊണ്ടുവന്നു. ഈ പ്രശ്നമാണുള്ളത്. ഇപ്പോൾ അങ്ങനെ BJP വല്ലാതെ പെട്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2014 BJPയുടെ വോട്ട് ഗ്രാഫ് കേരളത്തിൽ പൊതുവിൽ ഇന്ത്യയിലാകെ ഉണ്ടായതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉയർന്നിരുന്നു. എന്നാൽ 2016 ശേഷം കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ഗ്രാഫ് താഴോട്ടാണ്. BJPയുടെ വോട്ട് നില താഴോട്ടാണ്. മലപ്പുറം ഈ മണ്ഡലകാലത്തെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, മണ്ഡലകാലം ഒരു സുവർണാവസരമാണെന്ന് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. അത്തരം ഒരു സുവർണാവസരത്തിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ അത് ഈ സമയത്ത് അവർ UDFുമായി വോട്ട് കച്ചവടം നടത്തുന്നു എന്ന് ആരോപിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണെന്നാണ് എന്റെ ചോദ്യം. അത് ഞാൻ പറഞ്ഞില്ലേ, 2016 ശേഷം കേരളത്തിൽ BJPയുടെ വോട്ട് നില താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF ആണെങ്കിൽ കേരളത്തിൽ ആസകലം, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതിന്റെ ലീഡിംഗ് പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് കാണുകയുണ്ടായല്ലോ. ഇതിന്റെ എല്ലാം ഫലമായിട്ട് കേരളത്തിൽ ഈ 2.5 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായ, ഇതെല്ലാം ചേർന്ന് കേരളത്തിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന് അനുകൂലമായ വലിയ അന്തരീക്ഷം നിലനിൽക്കുന്നു. ആദ്യമേ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് എല്ലാ രംഗത്തും മുന്നിലെത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു. കേരള ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള കേരളീയ ജനതയുടെ പ്രതീക്ഷ, ദേശീയ രാഷ്ട്രീയത്തിൽ മോഡി ഭരണത്തെ അധികാരഭ്രഷ്ടമാക്കണം എന്ന കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം, ഇതെല്ലാം ചേർന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ വലിയ നിലയിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് പ്രതീക്ഷയില്ല, BJPക്ക് പ്രതീക്ഷയില്ല. ഈ പ്രതീക്ഷയില്ലായ്മയിൽ നിന്നാണ് അവർ തമ്മിൽ ഒരു കച്ചവടം. എങ്ങനെയെങ്കിലും ഒരു അക്കൗണ്ട് തുറക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ BJPക്ക് കേരളത്തിൽ നിന്ന് 5-6 സീറ്റിൽ ജയിക്കുക എന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും കേരളത്തിൽ ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് തുറക്കാൻ കഴിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് ആണ് സഹായിച്ചത്. നേമം മണ്ഡലത്തിൽ നമ്മളത് കണ്ടതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ശശി തരൂറിന് 32,000 വോട്ട് ലഭിച്ചതാണ്. 2 വർഷം കഴിഞ്ഞ് 2016 അസംബ്ലിയിലേക്ക് എത്തിയപ്പോൾ UDFന്റെ വോട്ട് 12,000 കുറഞ്ഞു. 2 വർഷം കൊണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് 32,000-ൽ നിന്ന് 12,000 കുറയാൻ മാത്രം നേമത്ത് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഉണ്ടായത് ഒന്ന് മാത്രമാണ്, BJPയും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന അവിഹിത വോട്ട് കച്ചവടം. അത് തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല, BJPയും പാഠം പഠിക്കുന്നില്ല. 91 മുതൽ എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടത്തിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കേരളത്തിലെ ജനത BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കുകയാണ് ചെയ്തത്. അത് വടകരയിൽ കണ്ടതാണ്, ബേപ്പൂരിൽ കണ്ടതാണ്, നേമത്ത് കണ്ടതാണ്. ഇതാണ് കേരളത്തിന്റെ ശരി. ശ്രീ 2016 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് ശതമാനം കുറയുകയാണെന്നാണ് VP മുസ്തഫ പറയുന്നത്. 2016 ശേഷം മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, മലപ്പുറത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ 2 മണ്ഡലങ്ങളിലും BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത ലോക്സഭാ മണ്ഡലവും നിയമസഭാ മണ്ഡലവുമാണ്. അതൊന്നിരിക്കട്ടെ, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. പക്ഷേ ഈ ശബരിമല വിഷയത്തിന് ശേഷം 5 മണ്ഡലങ്ങളെ കാറ്റഗറി തിരിച്ച് അവരുടെ വിജയസാധ്യത ഉണ്ട് എന്ന്
നിശ്ചയിച്ചുകൊണ്ട് അവർ മത്സരിക്കാനൊരുങ്ങുന്ന മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു സുവർണാവസരമാണെന്ന് അവരുടെ പാർട്ടി പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ്. അത്തരമൊരു സുവർണാവസരത്തിൽ UDF-ഉമായി ഒരു വോട്ട് ധാരണയ്ക്ക്, വോട്ട് ഷെയറിങ്ങിന് അവർ ശ്രമിക്കും എന്ന CPM-ന്റെ വാദം യുക്തിസഹമാണ്. ജിംസെ, താങ്കൾ പറഞ്ഞു BJP-യുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം മണ്ഡലകാലം മറക്കരുത് എന്നാണെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ആണെന്ന് വിചാരിക്കാം. അതാണ് മുദ്രാവാക്യമെങ്കിൽ BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി അവരുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മണ്ഡലകാലത്ത് നാം കണ്ടത് വിശ്വാസികളുടെ ഒരു പ്രശ്നമുണ്ട്, അത് വേറൊരു കാര്യം. മണ്ഡലകാലത്ത് നാം കണ്ടത് ശബരിമലയെ, അയ്യപ്പനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ വളരെ ഒരു ബഹുമാനത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ആദരവോടെ നോക്കുന്ന 18-ാം പടിയിൽ ഒരു RSS നേതാവ് മുണ്ടും മടക്കി കുത്തി നടത്തിയ കാര്യങ്ങളൊക്കെ കേരളം കണ്ട. അതൊക്കെ ജനങ്ങളെ ഇനിയും ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നത്, പോലീസുകാരെ മർദ്ദിക്കുന്നത്, അങ്ങനെ BJP-യുടെ പ്രവർത്തകർ ഗുണ്ടാ സംഘങ്ങളെ പോലെ അഴിഞ്ഞാടുന്നത് കേരളം കണ്ടതാണ് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ. അപ്പം മണ്ഡലകാലം മറക്കരുത് എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി ബുദ്ധിശൂന്യതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, അല്ല, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പറഞ്ഞപ്പം ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞത് ശരിയാണ്. കാരണം ഇതിനൊരു വ്യവസ്ഥയുണ്ട്, ചില പ്രൊസീഡിയറുണ്ട്. പിന്നെ ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥികളെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്, അതുകൊണ്ടെങ്കിൽ സംഭവിക്കും. ഇവിടെ UDF-ൻ്റെ അല്ലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ഓരോ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥികൾ വേണം, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ, വാദങ്ങൾ നടക്കുക ഉണ്ടായത്. പക്ഷേ ഇവിടെ അതങ്ങനെയല്ല. ഇവിടെ BJP-ക്ക് നമ്മൾ പിന്നെ ഹെവി വെയ്റ്റ്സ് എന്ന് അവരുടേതായ അർത്ഥത്തിൽ ഹെവി വെയ്റ്റ്സ്, BJP-യുടെ ഒരു 20% അല്ലെ 15-20% വോട്ടുള്ളൊരു പാർട്ടിയിലെ ഹെവി വെയ്റ്റ്സ് എന്ന് പറയാവുന്ന 4-5 പേര് അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂട്ടുന്ന, അല്ലാതെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടമോ അല്ലെങ്കിൽ ജയസാധ്യതയെക്കുറിച്ചുള്ള തർക്കമൊന്നുമല്ല. ഈ 4-5-6 നേതാക്കൾ സീറ്റുകൾക്ക് വേണ്ടി കടിപിടി കൂടുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഇതില്ലല്ലോ. അല്ലെ, സംസ്ഥാന പ്രസിഡന്റിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് മുൻ സംസ്ഥാന പ്രസിഡന്റിനുള്ളത്? ഗവർണർ പദവി ഒഴിഞ്ഞു വന്ന ശ്രീ കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരമാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അവരുടെ പാർലമെൻ്ററി ബോർഡ് അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പ്രത്യേകത? അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയ്ക്ക് ഇല്ലാത്ത പ്രത്യേകത എന്താ? ശ്രീധരൻപിള്ളയ്ക്ക് ഇപ്പോൾ പത്തനംതിട്ട കിട്ടില്ല എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കോടിയേരിയും മുല്ലപ്പള്ളിയൊക്കെ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ്. പക്ഷേ ഇവിടെ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നു, ആ പ്രസിഡന്റ് പോലും സീറ്റില്ല എന്നുള്ള സ്ഥിതി വന്നാൽ RSS ആണല്ലോ ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. RSS പറയുന്നത് പ്രസിഡന്റിന് കൊടുക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ മണ്ഡലക്കാലം മറക്കാതിരിക്കാനാണെങ്കിൽ ആർക്കാണ് പത്തനംതിട്ട കൊടുക്കേണ്ടത്? ഞാൻ ആർക്കും വേണ്ടി സംസാരിക്കുകയല്ല, ഇവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുന്നത് പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ മണ്ഡലക്കാലമാണ് ഇവിടെ പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ അത് നമ്മുടെ സുരേന്ദ്രന് കൊടുക്കേണ്ടതല്ലേ? എത്ര 10, 20, 25 ദിവസം ജയിലിൽ കിടന്ന ഒരാളല്ലേ അദ്ദേഹമല്ലേ വാസ്തവത്തിൽ ഇതൊക്കെ നയിച്ചത്? അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി നേതാക്കൾ തന്നെ. പിന്നെ എൻ്റെ ഒരു സംശയം, എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു സീറ്റ് പോലും BJP കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടിക്കൂടാഴികയില്ല. പക്ഷേ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഓരോ മണ്ഡലങ്ങളിൽ എന്തിനാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഇത്ര കടിപിടി? അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു തോക്കാനാണെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് തോറ്റാൽ പോരെ. അപ്പം തോക്കാൻ വേണ്ടി ആരും മത്സരിക്കാറില്ലല്ലോ. അങ്ങനെ ജയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ UDF-ഉമായി ഒരു സീറ്റ് ധാരണ ഉണ്ട് എന്ന്, രഹസ്യ സീറ്റ് ധാരണയുണ്ട് എന്ന് കോടിയേരി ആരോപിക്കുന്നുണ്ട്. അത്തരം മുൻ അനുഭവങ്ങളുണ്ട്. കോലീബി സഖ്യം തുടങ്ങിയ ആക്ഷേപങ്ങൾ മുൻപ് ഉയർന്നിട്ടുണ്ട് 10-30 വർഷം മുമ്പ്. അത്തരമൊരു ഇങ്ങനെ മണ്ഡലകാലം എന്ന ഒരു സുവർണാവസരം മുന്നിൽ നിൽക്കെ BJP UDF-ഉമായി ഒരു രഹസ്യധാരണ ഉണ്ടാക്കുന്നു എന്ന കോടിയേരിയുടെ വാദം എത്രമാത്രം യുക്തിസഹമാണെന്നായിരുന്നു എൻ്റെ ചോദ്യം. അജിംസെ, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം ശ്രീ നമ്പൂതിരി പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കോലീബി എന്ന് പറയുന്നത് ഞാൻ പിന്നെ പത്രപ്രവർത്തനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വരെ കേട്ട് തുടങ്ങുന്ന ഒരു ബേപ്പൂര് അല്ലെങ്കിൽ ഒരു വടകര ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിന് ഒരു കേളിയോട്ട് ഉയരുമ്പോൾ CPM ആദ്യം പറയുന്നത് കോലീബി. എന്ത് കോലീബിയാണ്? ചിലപ്പോൾ ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നത് എനിക്ക് അറിഞ്ഞും കൂടാ. ചിലപ്പോൾ വടകരയോ ബേപ്പൂരോ ഒക്കെ എന്തെങ്കിലും ധാരണകൾ പണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അന്ന് BJP-ക്ക് വിജയമെന്ന് പറഞ്ഞിട്ട് ഒരു 10% വോട്ട് പോലും കിട്ടുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ എന്തെങ്കിലും വോട്ട് വെച്ചോടെ നടന്നിട്ടുണ്ടോ? ഞാൻ തർക്കത്തിൽ നിൽക്കുന്നില്ല. അജിംസെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തുവാ?
ഇന്ന് BJPക്ക് പിന്നെ കേരളത്തിൽ നിന്ന് വലിയ വോട്ട് പ്രതീക്ഷയൊന്നും കേന്ദ്ര നേതൃത്വം ഉണ്ടാവില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ കൃത്യമായിട്ട് വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. NDA അധികാരത്തിൽ വരുമെന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് കൃത്യമായിട്ടൊരു ബദൽ, ഒരു BJPക്ക് ഒരു വിശ്വാസയോഗ്യമായ ഒരു അഖിലേന്ത്യാ തലത്തിലൊരു ബദൽ ഉണ്ടാക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് സ്ട്രഗിൾ ചെയ്യുകയാണ്. ഒരു 100 സീറ്റിന് മുകളിലേക്ക് അവരുടെ എണ്ണം കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ 140 അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ 100 സീറ്റിന് മുകളിലേക്ക് 3 അക്കം കടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ എന്താവും എന്നതിനെക്കുറിച്ച് നമുക്ക് തർക്കമുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും ഒരു മുന്നണിയോ കൂട്ടുകെട്ടോ ഉണ്ടാക്കണമെങ്കിൽ, കോൺഗ്രസ് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഓരോ സീറ്റും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ മോഡിയെ മാറ്റാനാണ്, മോഡിക്കെതിരായിട്ട് മറ്റൊരിക്കലുമില്ലാത്ത ചൗക്കീദാർ ചോർഹെ എന്ന് പോലും പറഞ്ഞുകൊണ്ട് ധീരമായ നിലപാടെടുത്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ആ ഓരോ സീറ്റും വളരെ നിർണായകമാണ് എന്നിരിക്കെ കേരളത്തിൽ BJPയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കും, കോൺഗ്രസിന് കുറച്ച് സീറ്റ്, BJPക്ക് കുറച്ച് സീറ്റ്, അവർക്ക് അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതാരോടാണ് പറഞ്ഞത്? CPM ഒരു കാര്യം മനസ്സിലാണ്, ഈ കാലം ഒത്തിരി മാറുക, ആളുകളും മാറുക. പക്ഷേ ഈ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുണ്ടായിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനാണ് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്. കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കാൻ ശശി തരൂർ പോലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തോൽപ്പിക്കുമോ? 18 ആൻഡോ 3-ാം തവണയായിട്ട് മത്സരിക്കുക, ആൻഡോയെ തോൽപ്പിക്കാൻ അവിടെ ആരും വന്നോട്ടെ, അവിടെ ആൻഡോയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവും? എവിടെയാണെന്ന് ഒരു സീറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇവർ പറയുന്നത് ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് BJP എടുത്തത്. BJP സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് വന്നിട്ടില്ല. നമുക്കറിയാം 4-5 സീറ്റുകളിലായിരിക്കും അവരുടെ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരുന്നത്. മറ്റുള്ള ചിലപ്പോൾ നമ്മളാരും അറിയുന്നവർ പോലും ആയില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇത് CPMൻ്റെ ഒരു പഴയ രീതി. ഇത് ഏൽക്കില്ല. ഞാൻ അവരോട് ഒരു ദേഷ്യം കൊണ്ടൊന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് BJP കോൺഗ്രസ്സൊക്കെ അത് നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയിട്ട് വേണ്ടേ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ? ഇത് തുടക്കത്തിൽ തന്നെ അതിലേക്കാണ് വരുന്നത്. ഞാൻ മടങ്ങി വരാം. സണ്ണിക്കുട്ടി പറഞ്ഞു, ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഈ നേമം സീറ്റിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ 2011-ലെയും 2016-ലെയും പരിശോധിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് കാര്യമായ വോട്ട് നഷ്ടമുണ്ടായിട്ടുണ്ട്, BJPക്ക് കാര്യമായ വോട്ട് നേടിയിട്ടുണ്ട്. അതിനു മുൻപ് ഈ 91 മുതൽ നിങ്ങൾ കേൾക്കുന്ന ഈ വോട്ട് കച്ചവടം എന്നൊരു ആക്ഷേപവും മുന്നിലുണ്ട്. കോലീബി സഖ്യം പോലുള്ള മാതൃകകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രാമൻപിള്ളയെ പോലുള്ള മുതിർന്ന നേതാക്കൾ പുസ്തകം എഴുതിയപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ ആരോപണം, അതായത് രഹസ്യധാരണയുണ്ട് BJPയും UDFും തമ്മിൽ എന്ന ആരോപണത്തോടുള്ള താങ്കളുടെ മറുപടി എന്താണ്? ഒന്ന്, ഇപ്പോൾ കോലീബി സഖ്യത്തെക്കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് കോമ സഖ്യമല്ലേ ഉള്ളത്, കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യമല്ല. 91-ൽ മഞ്ചേശ്വരത്ത് KG മാരാർജി പരാജയപ്പെട്ടത് 1250 വോട്ടിനാണ്. അന്നവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 17,000 വോട്ടായി കുറഞ്ഞു. അതിനുശേഷം മഞ്ചേശ്വരത്ത് സ്ഥിരമായി CPM വോട്ട് മറിക്കല്ലേ. ഇപ്പം പാർട്ടിയുടെ നിയമത്തെക്കുറിച്ച് മുസ്തഫ സൂചിപ്പിച്ചു. ശരിയാണ്, 2014-ൽ ശശി തരൂരിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ നിയമത്ത് അപ്പോഴും 2-ാം സ്ഥാനത്ത് ഞങ്ങളാണ്. 2014 മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM ആണ് 1-ാം സ്ഥാനത്ത്. CPM എങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് പോയി പറയണമല്ലോ. ആ CPM 2016-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 2-ാം സ്ഥാനത്ത് വന്നു. UDFൻ്റെ വോട്ട് കുറഞ്ഞു. UDFൻ്റെ വോട്ട് എങ്ങോട്ടാണ് പോയതെന്നുള്ളത്, CPM 3-ാം സ്ഥാനത്ത് വരുമ്പോൾ UDF 1-ാം സ്ഥാനം, CPM 2-ാം സ്ഥാനത്ത് വരുമ്പോൾ BJP 1-ാം സ്ഥാനം. അപ്പോൾ ആർക്കാണ് വോട്ട് മറിക്കുന്നത്? 2014-ൽ രാജഗോപാൽ ജയിക്കാതിരിക്കാൻ വേണ്ടി നിയമത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ശശി തരൂർ നോട്ട് ചെയ്തു എന്നതിൽ അദ്ദേഹം തന്നെയല്ലേ ഇപ്പോൾ സമ്മതിക്കുന്നത്. 2014-ഉം 2016-ഉം എടുത്തു പറഞ്ഞുകൊണ്ട് 2014-ന് മുമ്പ് 11 എന്ന് പറയുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിൻ്റെയും കൂടെ ചരിത്രമുണ്ട്. 11-ഉം 14-ഉം 16-ഉം എടുത്തു നോക്കണ്ടേ? 11-ൽ 1-ാം സ്ഥാനത്ത് വന്ന CPM എങ്ങനെ 14-ൽ 3-ാം സ്ഥാനത്തേക്ക് പോയി? 14-ൽ 3-ാം സ്ഥാനത്ത് വന്ന CPM
16-ൽ 2-ാം സ്ഥാനത്തും 14-ൽ 1-ാം സ്ഥാനത്തും വന്ന് കോൺഗ്രസ് 3-ാം സ്ഥാനത്തും പോയി. ആർക്കാ വോട്ട് മറിച്ച്? ഇനി അത് വേണ്ട. വട്ടിയൂർക്കാവിൽ വോട്ട് മറിച്ചൻ്റെ കഥ പറഞ്ഞല്ലോ. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സീമ CPM സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തല്ലോ, അവിടെ വോട്ട് മറിച്ചു, ഞങ്ങളെ സഹായിച്ചില്ല, അവിടെ കോൺഗ്രസിന് വോട്ട് മറിച്ചു എന്ന്. വട്ടിയൂർക്കാവിൽ ജയിച്ച മുരളീധരൻ ജയിച്ചതിന് ശേഷം പറഞ്ഞ് ഞാൻ ജയിച്ചത് CPM-ൻ്റെ പിന്തുണയോടെയാണെന്നല്ലേ. കഴക്കൂട്ടത്ത് കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി, CPM ജയിച്ചു. വട്ടിയൂർക്കാവിൽ CPM 3-ാം സ്ഥാനത്ത് പോയി, കോൺഗ്രസ് ജയിച്ചു. ഈ 2 മണ്ഡലത്തിലും BJP 2-ാം സ്ഥാനത്ത് വന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡും BJP 2-ാം സ്ഥാനത്ത് വന്നു, CPM 3-ാം സ്ഥാനത്തേക്ക് പോയി, കോൺഗ്രസിന് 1-ാം സ്ഥാനം കിട്ടി. ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന് അനുകൂലമായ വിധിയെഴുതിയതല്ലേ കാസർഗോഡ് മണ്ഡലങ്ങളിൽ. കാസർഗോഡ് കരുണാകരൻ ഈ 2 മണ്ഡലങ്ങളിൽ ലീഡ് നേടിയതാണെന്നല്ലോ. അവിടെയാണല്ലോ CPM 3-ാം സ്ഥാനത്തേക്ക് പോയത്. എങ്ങനെ CPM-ൻ്റെ വോട്ട് കുറയുന്നു? CPM-ൻ്റെ വോട്ട് BJP-ക്ക് നൽകാൻ സാധ്യതയില്ലല്ലോ. കാരണം CPM-ൻ്റെ ബദ്ധശത്രു BJP ആണല്ലോ. CPM-ൻ്റെ ഇതുവരെയുള്ള ആദർശം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനോട് കൂട്ടുചേരുന്നത് ബദ്ധശത്രുവായ BJP-യെ പരാജയപ്പെടുത്താനും ഒറ്റപ്പെടുത്താനുമാണല്ലോ. 57-ൽ സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ AKG അല്ലേ പറഞ്ഞത് ഇതാണ് കോൺഗ്രസിനുള്ള ബദൽ. കോൺഗ്രസിനുള്ള ബദലായി 57-ൽ അവതരിപ്പിച്ച അതേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെ സഹായിയായി കോൺഗ്രസിന്റെ അങ്ങനെ ഒരു ബദ്ധശത്രുത ഇപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഇല്ലല്ലോ. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അവർ പുറമെ നിന്ന് പിന്തുണച്ചതാണ്. ഇപ്പോൾ വാളയാർ കടന്നാൽ ഒരേ മുന്നണിയിലാണ് അവർ മത്സരിക്കുന്നത്, ഒരേ മുന്നണിയിൽ മത്സരിക്കുന്നവരാണ്. അപ്പോൾ BJP-യോടുള്ള ഒരു സമീപനം CPM-ന് ഒരിക്കലും കോൺഗ്രസിന് തിരിച്ചുണ്ടാവാൻ സാധ്യതയില്ല. അല്ല, അപ്പൊ സഖ്യവും സാധ്യതയും കൂട്ടുകെട്ടും ഉണ്ടാകാൻ പറ്റുന്നത് CPM-ഉം കോൺഗ്രസുമായിട്ടാണെന്നാണ് പറഞ്ഞത്. സ്വാഭാവിക സഖ്യകക്ഷികൾ അവരാണ്. BJP-യും കോൺഗ്രസുമല്ല. ഓൾ ഇന്ത്യ തലത്തിൽ BJP-യും കോൺഗ്രസുമാണ് മുഖാമുഖം നിൽക്കുന്ന, പരസ്പരം മത്സരിക്കുന്നത്. BJP-യെ തോൽപ്പിക്കാൻ മഞ്ചേശ്വരം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഒരു പിന്തുണ കോൺഗ്രസും CPM-ഉം പരസ്പരം ചെയ്തിട്ടുണ്ട് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ നിർണായകമായ സാഹചര്യത്തിൽ കോൺഗ്രസും BJP-യും ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രഹസ്യധാരണയുണ്ട് എന്നൊക്കെ പറയുന്നത് വടകരയിൽ K. മുരളീധരൻ മത്സരിക്കാൻ വന്നതിന് ശേഷം മാത്രം ഉയർത്തുന്ന ഒരു വാദമല്ലേ? ഒന്ന് ശ്രീ നാരായണ നമ്പൂതിരി പറഞ്ഞത് വസ്തുതാപരമല്ല. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മഞ്ചേശ്വരം, കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളിൽ 1987 മുതൽ CPIM നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി 3-ാം സ്ഥാനത്താണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. അതിനിടയിൽ 2006-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF-ലെ അന്നത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മുതലെടുത്ത് ഇടതുപക്ഷം വിജയിച്ചത്. ബാക്കി 2006 ഒഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 87 തൊട്ട് 2014 ഉൾപ്പെടെ 2016-ലെ അസംബ്ലി ഉൾപ്പെടെ മഞ്ചേശ്വരത്തും കാസർഗോട്ടും അസംബ്ലി മണ്ഡലങ്ങളിൽ CPIM 3-ാം സ്ഥാനത്താണ്. അവിടെ 1-ാം സ്ഥാനത്ത് UDF-ഉം 2-ാം സ്ഥാനത്ത് BJP-യുമാണ്. കേരളത്തിൽ BJP ആദ്യം തന്നെ 2-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. 2.5 ദശകത്തിലേറെ കാലമായി BJP ആ സ്വാധീനം നിലനിർത്തുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ വോട്ട് കച്ചവടം നടത്തിയെന്നൊക്കെ അദ്ദേഹം പറയുന്നത് വസ്തുതാപരമല്ല, എവിടുന്നോ കിട്ടിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ശ്രീ സണ്ണിക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളുടെ കാര്യത്തിലോ, തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളുടെ കാര്യത്തിലോ 2.5 വർഷം മുമ്പ് ശ്രീ VPP മുസ്തഫ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളുടെ കാര്യത്തിലോ അതിലേക്കാണ് ഞാൻ വന്നത്. നേമത്തെ കാര്യം എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമല്ലേ. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ട് UDF-ന് കിട്ടിയത് 2 വർഷത്തിനുള്ളിൽ 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പാകുമ്പോൾ 12,000 വോട്ടായിട്ട് കുറയുന്നു. 2014-ൽ നിന്ന് 16-ലേക്കുള്ള വർദ്ധിച്ച വോട്ടിന്റെ എണ്ണം പോകട്ടെ, 2014-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 20,000 കോൺഗ്രസ് വോട്ട് എവിടെ പോയി? ഇതിന്റെ ഒരു രാഷ്ട്രീയം എന്താ കിടക്കുന്നത്? എവിടെയെല്ലാം CPM നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി ശക്തമാണോ അവിടെയെല്ലാം CPM-നെയും ഇടതുപക്ഷത്തെയും മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമീപനം ത്രിപുരയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ബംഗാളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിലുമുണ്ട് കോൺഗ്രസിനും BJP-ക്കും. നിങ്ങൾ നോക്കിയപ്പോൾ ത്രിപുരയിലെ ഇടതുപക്ഷത്തിന്റെ പരാജയം നിങ്ങളെല്ലാം പറയാറുണ്ട്. തീർച്ചയായിട്ടും 10-15 വർഷം ഉണ്ടായിരുന്ന തുടർച്ചയായ അവിടുത്തെ ഭരണം പോയത് ശരിയായ നിലയിൽ CPM വിലയിരുത്തേണ്ടതാണ്. പക്ഷെ അവിടെ കാണേണ്ട മറ്റൊരു വസ്തുത എന്താ?
CPM അവിടെ 15 വർഷം ഭരണത്തിലിരുന്നപ്പോൾ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം ഏതാണ്ട് 40% വോട്ടുമായിട്ട് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ 2016 ഞങ്ങൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിംഗ് ശതമാനം എത്രയാ? 1.5%. എത്രയോ കാലമായിട്ട് ഏതാണ്ട് ഒരു 35-40% വോട്ടുണ്ടായിരുന്ന ഇടക്ക് കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വോട്ടിംഗ് നില BJP അധികാരത്തിൽ വന്നപ്പോ 1.5%. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി എന്തോ പറയാൻ വന്നു. 2011-ലെയും 2016-ലെയും തെരഞ്ഞെടുപ്പ് കണക്കുകൾ വളർച്ചയുണ്ട്. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറയൂ. 2011 ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ശിവൻകുട്ടി 2011 നേമത്ത് ശിവൻകുട്ടിയാണ് ജയിച്ചത് CPM-ന്റെ. ആ ഒന്നാം സ്ഥാനം എങ്ങനെ 2014 മൂന്നാം സ്ഥാനത്തേക്ക് പോയി? 2014 വോട്ട് കൊടുത്തത് 2016 ശിവൻകുട്ടിക്ക് 59,000 വോട്ടാണ് ശ്രീ നാരായണൻ നമ്പൂതിരി. വോട്ട് കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്തത്. അല്ല, ഞാൻ 2016-ലെ കാര്യമല്ല ഞാൻ പറയുന്നത്. 2011 ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന CPM 2014-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി? 2014 CPM രണ്ടാം സ്ഥാനത്താണല്ലോ. 2014 നിങ്ങൾ മുസ്തഫ 2014 16 പറഞ്ഞത്. ഞാൻ അതിൻ്റെ കൂടെ 2011 കൂടെ കൂട്ടണം. 2011 ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന CPM 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി? CPM-ന്റെ ആ മൂന്നാം സ്ഥാനത്തേക്ക് പോയ വോട്ട് ആർക്കാണ് ചെയ്തത്? ശശി തരൂരിനല്ലേ? ഒ രാജഗോപാൽ ജയിക്കാതിരിക്കാൻ. തിരുവനന്തപുരത്തെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ, ലോക്സഭാ സീറ്റിന് കീഴിലുള്ള ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള വോട്ടിന്റെ ഒരു ഫ്ലക്ച്വേഷൻ നടക്കാറുണ്ട്. അത് കൃത്യമായും രാഷ്ട്രീയമായ വോട്ടുകൾ മാറിമറിയുന്നതാണ്. അത് ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറയും പോലെ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ പുറത്തുണ്ടാവുന്നതാണോ, അതോ ഈ പറയുന്ന ഒരുതരം അമീബിക്കായിട്ടുള്ള വോട്ടിന്റെ രൂപമാണോ അവിടെയുള്ളത്? അല്ല അജിംസെ, നമ്മൾ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മഞ്ചേശ്വരത്തെ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ല. അത് ശരിയല്ല. അജിംസ് പറഞ്ഞത് അതിൻ്റെ അത് ആ ചോദ്യത്തിൽ വന്ന ഒരു ധ്വനിയാണ് വാസ്തവത്തിൽ ശരിയായിട്ടുള്ളത്. ഞാൻ നിയമത്തെ ഒരു കഥ പറയാം. നിയമത്ത് എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? നിയമത്ത് അന്ന് സീറ്റ് കൊടുത്തത്, UDF സീറ്റ് കൊടുത്തത് ശ്രീ വീരേന്ദ്രകുമാർ ൻ്റെ നേതൃത്വത്തിലുള്ള ആ സോഷ്യലിസ്റ്റ് ജനതാദളിനാണ്. അന്ന് അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ അവർക്ക് മത്സരിക്കാൻ SJD സോഷ്യലിസ്റ്റ് ജനതാദൾ SJDക്കാണ് ആ മണ്ഡലം കൊടുത്തത്. അപ്പോൾ അവിടെ അവർക്ക് മത്സരിക്കാൻ ഒരാളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിൽ നിന്ന് SJDയിലേക്ക് വന്ന അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും കൂടെ വന്ന ഒരാളിനാണ് സ്ഥാനാർത്ഥി കൊടുത്തത്. ആ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ UDF-ൻ്റെ പ്രവർത്തകരായിക്കോട്ടെ എല്ലാവർക്കും തീർത്തും സ്വീകാര്യനായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ ആ തോൽവി വളരെ വ്യക്തമായിരുന്നു. നേരത്തെ ശ്രീ നമ്പൂതിരി പറഞ്ഞതുപോലെ അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ രാജഗോപാൽ 2ാം സ്ഥാനത്താണ്, വളരെ നല്ലപോലെ 2ാം സ്ഥാനത്താണ്. പിന്നീട് ശ്രീ മുസ്തഫ പറഞ്ഞ കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ അദ്ദേഹം കുറേ വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്ന വർഷങ്ങളുടെ പേര് പോയിട്ട് അവിടെ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് LDF അല്ലെങ്കിൽ CPM മൂന്നാമതാണെന്ന് പറഞ്ഞു. ശരിയാണത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കണക്കില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മൂന്നാമത് എത്തി എന്ന് പറയുന്ന ഈ മഞ്ചേശ്വരം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താണെന്ന് നമ്മൾ നോക്കണം. എൻ്റെ ആ കണക്കില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞും കൂടാ. ഒരു പക്ഷേ അത് അന്ന് മൂന്നാമതാണോ? അന്ന് മൂന്നാമതാണോ? പിന്നെ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ്. 2014 വോട്ടിംഗ് നില അനുസരിച്ചാണെങ്കിൽ 29,500 വോട്ട് മാത്രമേ അവിടെ LDF സ്ഥാനാർത്ഥിക്കുള്ളൂ. 2ാം സ്ഥാനത്ത് BJP തന്നെയാണ്. ശരി, ഞാൻ തർക്കിക്കാനില്ല. ഇവിടെ ശ്രീ നമ്പൂതിരി പറയുന്ന മഞ്ചേശ്വരത്ത് വോട്ട് മറിക്കാറുണ്ടെന്നുള്ളത് ശരിയാ, അല്ലെങ്കിൽ KG മലാറൊക്കെ ജയിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാൻ, മറ്റേതെങ്കിലും മണ്ഡലത്തിൽ BJP ജയിക്കാതിരിക്കാൻ, വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ ജയിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP ജയിക്കാതിരിക്കാൻ CPM വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഭിനന്ദനാർഹമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മടങ്ങിയത് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. നാരായണൻ നമ്പൂതിരി, മണ്ഡലകാലം മറക്കരുത് എന്നത് തന്നെയാകുമോ BJP-യുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന മുദ്രാവാക്യം? മണ്ഡലകാലം
ആയിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രധാന പ്രചാരണായുധമെന്ന് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ ശിവരാജൻ മീഡിയ വണ്ണോട് മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മാത്രമല്ലല്ലോ, കേരളത്തിലെമ്പാടും ബാധിക്കുന്ന ഒന്നല്ലേ ഈ ശബരിമല എന്ന വിഷയം. അത് എത്രമാത്രം നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? മണ്ഡലകാലം മറക്കരുത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യമല്ല. സ്വാഭാവികമായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകും, അതിനൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ വിശ്വാസ സംരക്ഷണത്തിനായി നിന്ന സംഘടനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിൻ്റെ ഗുണം ഈ വിശ്വാസികൾ എല്ലാ വിശ്വാസവും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത് അയ്യപ്പ വിശ്വാസികൾ മാത്രമല്ല, എല്ലാ വിശ്വാസവും ഇത്തരം വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അത് BJPക്ക് അനുകൂലമായി ചിന്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സണ്ണിക്കുട്ടി നേരത്തെ പറഞ്ഞ ശബരിമല അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞാൻ പറയാം. പക്ഷേ സാർ, ഹൈക്കോടതിയിൽ BJPക്കെതിരെയല്ല, കേരള പോലീസിനെതിരെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്തിരിക്കുന്നത്, ആ വണ്ടി അടിച്ചു തകർത്തതിനടക്കം. അപ്പൊ അയ്യപ്പ ഭക്തന്മാരെയും ശബരിമലയിലെ ഒരു സംശയം, 2014 അച്ചാദിൻ നായക എന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അച്ചാദിൻ ആയേക അല്ലെങ്കിൽ അച്ചാദിൻ എന്ന വാക്കെങ്കിലും ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മുദ്രാവാക്യവുമാണ് നിങ്ങൾ ജനങ്ങളെ നേരിടുക മണ്ഡലകാലം അല്ലെങ്കിൽ? കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണങ്ങൾ അച്ചാദിൻ ആയേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരന് ഏറ്റവും പാവപ്പെട്ടവർക്ക് കിട്ടിയ ഗുണഫലങ്ങൾ, ആ ഗുണഫലങ്ങൾ BJPക്ക് ഗുണപരമാണ്. മോദി അസാധ്യമായത് സാധ്യമാക്കുന്ന മോഡി ഇന്ത്യയിലെ അടുത്ത 5 വർഷം കൊണ്ട് ഈ രാജ്യത്ത് വരുത്താൻ പോകുന്ന കഴിഞ്ഞ 5 വർഷം ഈ രാജ്യത്ത് നടത്തിയ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള പുരോഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഇന്ത്യയിലെ കാവൽക്കാരൻ ശക്തൻ തന്നെയാണ്. അത് ആഭ്യന്തരമായി നാരായണ നമ്പൂതിരിയുടെ ഈ അവകാശവാദത്തെ നിങ്ങൾ എങ്ങനെയാണ് ഖണ്ഡിക്കുക? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് BJP ധാരണ എന്ന് സഖാവ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 1.5 മാസമായി. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10-20 ദിവസമായി CPMന്റെ സ്ഥാനാർത്ഥികൾ, LDFന്റെ സ്ഥാനാർത്ഥികൾ കൂടി രംഗത്ത് വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കേരളത്തിൽ കോൺഗ്രസ് BJPക്കെതിരായിട്ട്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ, പക്ഷെ കോൺഗ്രസ് അങ്ങനെ BJPയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്തുന്നില്ല. തിരിച്ച് BJP ഇപ്പൊ നാരായണ നമ്പൂതിരി അവകാശപ്പെട്ടതുപോലെ കേന്ദ്ര ഭരണത്തിന്റെ നേട്ടവും കാര്യങ്ങളൊന്നും കേരളത്തിൽ പറയുന്നില്ല. BJPയും കോൺഗ്രസും ഒരുപോലെ കേരളത്തിൽ ആക്രമിക്കുന്നത് CPMനെയാണ്, ഇടതുപക്ഷ ഭരണത്തെയാണ്. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ, ഇവിടെ ഇടതുപക്ഷ ഭരണത്തെ ആക്രമിച്ചുകൊണ്ട് അതിനെതിരായ പ്രചരണം നടത്തിക്കൊണ്ട് കോൺഗ്രസും BJPയും പ്രധാന എതിരാളികൾ LDFും UDFും ആണല്ലോ. സ്വാഭാവികമായും BJP ആക്രമിക്കേണ്ട അവസ്ഥ UDFിനില്ല. നിങ്ങൾ തമ്മിലാണല്ലോ പ്രധാന ഫൈറ്റ്. അല്ല അജിഷാദെ, ഒറ്റ സെക്കൻഡ് പറയൂ, സമയം അവസാനിച്ചു. കേട്ടില്ല, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. പറയൂ. ഹലോ, പറയൂ, സമയം അവസാനിച്ചു. ഈ 13 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പറയുമ്പോൾ CPMനെതിരെ, അതെ, 13 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ 1 വർഷത്തിന് ഇടയിൽ ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന 8 ആൾക്കൂട്ട LDFും UDFും തമ്മിലാണല്ലോ പ്രധാന മത്സരം കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ BJP ആക്രമിക്കുന്നതിന് പകരം UDF LDFിനെയും LDF UDFിനെയുമാണ് ആക്രമിക്കുക. സ്വാഭാവികമല്ലേ? വളരെ ചുരുക്കി. അല്ലല്ലോ നിങ്ങൾ കാണേണ്ടത്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഭരണമാണ് മോഡിയുടെ ഭരണം. തീർച്ചയായിട്ടും ആ മോഡി ഭരണത്തിനെതിരായിട്ട് രാജ്യത്ത് ഉയർന്നു വരേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തെ കേവലം കേരള രാഷ്ട്രീയത്തിൽ മാത്രം തടച്ചിടുകയാണോ വേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP വിരുദ്ധ മോഡി വിരുദ്ധ അജണ്ടയില്ല. അവർ കേരളത്തിൽ BJPയുമായിട്ട് ഈ അന്തർധാര ഉണ്ടാക്കിയെടുത്ത് ഇടതുപക്ഷത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുക്കി മറുപടി, സമയം കുറവുണ്ട്. സംസ്ഥാന രാഷ്ട്രീയവും പറയുന്നു, നിർത്താൻ പറയൂ പ്ലീസ്. നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനം. അജിംസെ
അജിംസ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിനെയും കോൺഗ്രസിനെ ആക്രമിക്കും, കോൺഗ്രസ് ബി ജെ പിയെയും പിന്നെ സി പി എമ്മിനെ ആക്രമിക്കും, സി പി എം ബി ജെ പിയെയും കോൺഗ്രസിനെ ആക്രമിക്കും. എന്താ അത് വളരെ കൃത്യമായ രാഷ്ട്രീയം. വെറുതെ നമ്മളിങ്ങനെ ബി ജെ പി കോൺഗ്രസ് ബന്ധം പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ ഇവിടെ ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞതുപോലെ അച്ചാദിൻ ആഗയ എന്ന മുദ്രാവാക്യവും ആ ഒരു ഇലക്ഷൻ പ്ലാങ്കാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ ബി ജെ പി ഗവൺമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം എന്താണ് നാരായണൻ നമ്പൂതിരി, വി പി മുസ്തഫ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.